Good morning, all of you. Take your textbook, page number 189. 189. Monuments of India. നമ്മൾ മോണ്യുമെന്റ്സ് ഇന്ത്യയിലെ സ്മാരകങ്ങൾ പഠിച്ചിരുന്നു അല്ലേ? പഠിച്ചില്ലേ? പഠിച്ചില്ല എല്ലാവരും? ഏതൊക്കെയാണ്? ഏതൊക്കെയാണ്? ആരാ പറയാ? Monuments of India. ജുവൽ പറയാന്ന് പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, യു സേ ജുവൽ. Golden Temple. Victoria Memorial. ഛത്രപതി. ഛത്രപതി ശിവാജി ടെർമിനസ്. ഓക്കെ, ഗുഡ്. ഹന്ന, ഏതൊക്കെയാണ് ഇന്ത്യയിലെ മോണ്യുമെന്റ്സ്? ഏതൊക്കെയാണ് മോളെ? Where is Hanna? Please unmute and say. മിസ് പറയുന്ന ഹന്ന കേൾക്കുന്നില്ലേ? ഇല്ല. ഓക്കെ, അമന്ന പറഞ്ഞോ മോളെ. പുസ്തകം തേടി. മീനാക്ഷി ടെമ്പിൾ, താജ്മഹൽ, ഗോൾഡൻ ടെമ്പിൾ, ഛത്രപതി ശിവാജി ടെർമിനസ്. നെക്സ്റ്റ് വിക്ടോറിയ മെമ്മോറിയൽ അല്ലേ? ഓക്കെ, ഏതൊക്കെയാണ് ടെസ മരിയ? മീനാക്ഷി ടെമ്പിൾ, താജ്മഹൽ, വിക്ടോറിയ മെമ്മോറിയൽ, ഛത്രപതി ശിവാജി ടെർമിനസ് അല്ലേ? ഓക്കെ, all of you take next page number 190. 190. 190. Okay, are you ready? Yes, listen here. Monuments of the world. ലോകത്തിലെ സ്മാരകങ്ങൾ അല്ലെ? നമ്മൾ ഇന്ത്യയിലെ സ്മാരകങ്ങളാണ് പഠിച്ചത്. ഇനി ലോകത്തിലെ സ്മാരകങ്ങളാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. Write the names of these monuments and the countries they are in. ഏതൊക്കെ മോണ്യുമെന്റ്സ് അവരുടെ കൺട്രി എഴുതണം അല്ലെ? അവിടെ 2 കോളംസ് തന്നിട്ടുണ്ട് അല്ലെ? ഒന്ന് സ്മാരകങ്ങൾ എഴുതണം, പിന്നെ അവർ കൺട്രി എഴുതണം. ഓക്കെ, ഫസ്റ്റ് വൺ ഈസ് ഏതായിരിക്കും? ആർക്കെങ്കിലും പറയാൻ പറ്റും? ഈഫൽ ടവർ അല്ലേ? ഈഫൽ ടവർ. ഈഫൽ ടവർ എഴുതിക്കോ. Which country is tower situated in? Which country? France. France. മിസ് എഴുതണമെന്നുണ്ടോ? ഇല്ലല്ലോ. എഴുതണോ? നോ, നിങ്ങൾ എഴുതിക്കോളൂ അല്ലെ? അവിടെ താഴെ കോളത്തിൽ കൊടുത്തിട്ടുണ്ട്. ഈഫൽ ടവർ, ഫ്രാൻസ്. EIFFEL, ഈഫൽ ടവർ. TOWER, ഈഫൽ ടവർ, ഫ്രാൻസ്. FRANCE, ഫ്രാൻസ്. FRANCE, ഫ്രാൻസ്. FRANCE, ഫ്രാൻസ്. Second one, Statue of Liberty. Statue of Liberty. നമ്മുടെ യെല്ലോ കോളത്തിൽ സെക്കൻഡ് വൺ ആണ്. US ആണ്. STATUE, Statue of Liberty. LIBERTY, Liberty.
Statue of Liberty. STATUEOFLIBERTY. Liberty. Statue of Liberty. USA. അത് താഴത്തെ കോളത്തില് USA കൺട്രി എഴുതണം. Where is Statue of Liberty? USA. Where is Statue of Liberty? USA. എന്താണ് USA? United States of America. United States of America. അതിന്റെ ഫുൾ ഫോം ആട്ടോ USAയുടെ ഫുൾ ഫോം ആണ് യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ഓഫ് അമേരിക്ക. Did you finish? എല്ലാരും കംപ്ലീറ്റ് ആയോ? No, right. തേർഡ് വന്ന് തൊട്ടിട്ട് മിസ് എഴുതി ഇവിടെ ചെയ്യാം. നിങ്ങൾക്ക് ടെക്സ്റ്റ് ബുക്ക് നോക്കി എഴുതാനാണ് അല്ലേ? തേർഡ് വൺ ബിഗ് ബെൻ. ഇംഗ്ലണ്ട്. ബിഗ് ബെൻ ഇംഗ്ലണ്ട്. Sorry. England. Big Ben, England. Big Ben, B-I-G, big, B-E-N, Ben, Big Ben, England, E-N-G-L-A-N-D, England. Fourth one, pyramids. P-Y-R-A-M-I-D-S, M-I-D-S, pyramids. P-Y-R-A-M-I-D-S, pyramids. Where is pyramid? Egypt. E-Y-G-Y-P-T. Egypt. E-G-Y-P-T. Egypt. E-G-Y-P-T. Egypt. Fifth one is Great Wall. Great Wall. Great Wall, China. China. Great Wall. Great Wall. Sorry. Great Wall. China. China. Big Ben, England. Pyramids, Egypt. Great Wall, China. Eiffel Tower, France. Statue of Liberty, USA. Big Ben, England. Pyramids, Egypt. Great Wall, China. Okay, did you finish? Show your thumb. Jewel Maria, finish. Amanna, finish. Alexa? Anita, no. Okay, Alan Thomas. Anita, Anaga Suresh. Write all of you.
യശോമരിയ എഴുതി കഴിഞ്ഞ മോളെ? ഓക്കെ, എല്ലാരും കംപ്ലീറ്റ് ആയില്ലേ? ഓക്കെ, ഏതൊക്കെയാണ് മോണ്യുമെന്റ്സ് ഓഫ് ദ വേൾഡ്? ഓൾ ഓഫ് യു സേ. ഈഫൽ ടവർ, ഫ്രാൻസ്, സ്റ്റാച്യു ഓഫ് ലിബർട്ടി, USA, ബിഗ് ബെൻ, ഇംഗ്ലണ്ട്, പിരമിഡ്സ്, ഈജിപ്ത്, ഗ്രേറ്റ് വാൾ, ചൈന. മിസ് ഇപ്പം വായിപ്പിക്കുക എല്ലാവരെ കൊണ്ട്. നല്ലവണ്ണം മിസ്സിന്റെ കൂടെ ഒരു 3 times പറയണം. ഈഫൽ ടവർ, all of you say. France. ഈഫൽ ടവർ, ഫ്രാൻസ്. ഈഫൽ ടവർ, ഫ്രാൻസ്. എന്താ മോനെ ആൻസ? ഓക്കെ, മിസ് ഇപ്പൊ കാണിക്കാവേ. സ്റ്റാച്യു ഓഫ് ലിബർട്ടി, USA. സ്റ്റാച്യു ഓഫ് ലിബർട്ടി, USA. സ്റ്റാച്യു ഓഫ് ലിബർട്ടി, USA. ബിഗ് ബെൻ, അനിഹ മോഹൻ. ബിഗ് ബെൻ, ഇംഗ്ലണ്ട്. ബിഗ് ബെൻ, ഇംഗ്ലണ്ട്. അനീറ്റ. ബിഗ് ബെൻ, ഇംഗ്ലണ്ട്. പിരമിഡ്സ്, ഈജിപ്ത്. കുര്യൻ. പിരമിഡ്സ്, ഈജിപ്ത്. ഗ്രേറ്റ് വാൾ, ചൈന. ഗ്രേറ്റ് വാൾ, ചൈന. ഓക്കെ, അത് ഒരു 3 times നിങ്ങൾ സ്വന്തം അവിടെ ഇരുന്ന് വായിച്ചേ. ആൻസർ റൈറ്റ് ഫാസ്റ്റ്. റൈറ്റ് ഫാസ്റ്റ്. നമുക്ക് ഈ ലെസൺ കംപ്ലീറ്റ് ചെയ്യണം, ഇല്ലെങ്കിൽ എക്സാമിന് വരികയല്ലേ ക്വസ്റ്റ്യൻസ് ഒക്കെ. ആരാ വായിക്കാതെ ഇരിക്കുന്ന അവിടെ? കംപ്ലീറ്റ് ആയ ആൻസർ? ഓക്കെ. All of you take next page, page number 191. Page number 191. The magic of music. The magic of music. Joel and Jovin, go that side. Joel or Jovin, who is that? Look, first, the pictures. Match these musical instruments with their names. അവിടെ ഒരു എല്ലാ കോളത്തില് മ്യൂസിക്കൽ ഇൻസ്ട്രുമെന്റ്സിന്റെ പേര് കൊടുത്തിട്ടുണ്ട് അല്ലേ? ഫസ്റ്റ് വൺ ഈസ് ദോലക്, DHOLAK. ദോലക്. ഏതായിരിക്കും ദോലക്? തേർഡ് വൺ ആണ് ദോലക്. തേർഡ് വൺ. 3. മാച്ച് ചെയ്തോളൂ. സെക്കൻഡ് വൺ ഷേണായി അല്ലേ? അതില് ഏതായിരിക്കും ഷേണായി? ഫോർത്ത് വൺ ആണ് ഷേണായി. ഫോർത്തുമായിട്ട് സെക്കൻഡ് വൺ മാച്ച് ചെയ്യുക. നെക്സ്റ്റ് തേർഡ് വൺ തമ്പുരു, തമ്പുര. 5 ആണ്. നെക്സ്റ്റ് ഫോർത്ത് വൺ തബല. തബല ഏതാണ്? ഫസ്റ്റ് വൺ ആണ് തബല. ഫസ്റ്റ് വൺ തബല. നെക്സ്റ്റ് ഹാർമോണിയം. 7th one. Harmonium, 7th one. Harmonium, 7th one. Next, sitar. ഏതാണ്? 8th one. സിത്താർ 8th one. SITAR. സിത്താർ.
8th one. Next Sarangi. Sarangi. 2. Sarangi 2. Sarangi. Sarangi 2. Flute. Last one. Flute. 6th one. Yes. Flute. Flute ഏതാണ്? 6th one. Okay, finish. Complete ആയോ? Show your thumb. Okay. The next page എടുത്തോ. Fun sheet. Fun sheet. Fun sheet. Name them by rearranging the letters of the alphabet. അവിടെ കുറച്ച് വേർഡ്സ് എന്താണ്? റീഅറേഞ്ച് ആയിട്ടാണ് കൊടുത്തിരിക്കുന്നത് അല്ലേ? നമ്മൾ അത് അറേഞ്ച് ചെയ്യണം അല്ലേ? I have, first one is, I have a lovely home in my mother's couch. ഏതാണ്? ആ അവിടെ ഏതായിരിക്കും വേർഡ് വന്നിരിക്കുന്നത്? ജോയ്. അതിന്റെ പേരിലായിട്ട് എഴുതിക്കോളുക ജോയ്. JOEY. ജോയ്. JOEY. ജോയ്. അതിന്റെ അടുത്ത് തന്നെയായിട്ട് ജോയിന്ന് എഴുതിയില്ല എല്ലാവരും? കംപ്ലീറ്റ് ആയില്ലേ? സെക്കൻഡ് വൺ, ദ എർത്ത് ഈസ് ഷേപ്ഡ് ലൈക്ക് മീ. ഓറഞ്ച്. ORANGE. ഓറഞ്ച്. യെസ് യെസ്. അതിന്റെ നേരെ എഴുതിക്കോളുക ഓറഞ്ച്. ORANGE. ഓറഞ്ച്. തേർഡ് വൺ, ഐ ആം എ ക്ലോക്ക് ടവർ ഇൻ ഇംഗ്ലണ്ട്. Big Ben. Big Ben. Big Ben. Big Ben. Big Ben. Big Ben. Who is talking there? Erika. Next, I am the father of the nation. Yes, Mahatma Gandhi. MAHATMA. Mahatma Gandhi. GANDHI. Mahatma Gandhi. MAHATMA. Mahatma Gandhi. GANDHI. Mahatma Gandhi. MAHATMA. Gandhi. GANDHI. Mahatma Gandhi. Next, I have thorns. Rose. Last one. Fifth one. ROSE. 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 Show your book answer. Answer the textbook answer. ഏതൊക്കെ എഴുതി നോക്കട്ടെ. Thorns വരെ എഴുതിയോ? എഴുതിയോ? അതൊന്നും കൂടെ മിസ് പറയാ. I have a lovely home in my mother's pouch. Joy. JOEY. Joy. Second one, the earth is shaped like me. Orange. 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 Third one, I am clock tower in England. Big Ben. BIGBEN. Big Ben. I am the father of the nation. Mahatma Gandhi. MAHATMA. GANDHI. Mahatma Gandhi. I have thorns. Rose. 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 Let's answer. Okay, next one is B. Pick the correct answer. A tree is a non-living thing. ഏതായിരിക്കും? Living thing. Pick the living. അല്ലേ? നോൺ ലിവിങ് ഓർ ലിവിങ് തിങ് അവിടെയുണ്ട്. ലിവിങ് തിങ്ങിനെ ടിക്ക് ഇടുക. LIVING. ലിവിങ് തിങ്ങിന്. Next, second one. Lance Armstrong is a
ചെസ് ഓർ സൈക്ലിംഗ് ചാമ്പ്യൻ? Cycling champion. ചാമ്പ്യൻ ആണ് അല്ലേ? യെസ്. CYCLING സൈക്ലിംഗ്. അതിന് ടിക്ക് ഇടണം. CYCLING സൈക്ലിംഗ്. അതിന് ടിക്ക് ചെയ്യും. തേർഡ് വൺ. A large body of water is called a pond and An ocean. an ocean. Ocean. An ocean ടിക്ക് ചെയ്യുക. എന്താണ് എന്റെ ആൻസർ? ഇന്ന് മനസ്സിലായില്ല ആൻസിന്? ആ എന്തൊക്കെയോ ഇങ്ങനെ ഇരിപ്പുണ്ടല്ലേ? ആ അതാണ് പ്രശ്നം. ആദ്യത്തെ ഫില്ല് ചെയ്തോ ആൻസൺ? ആദ്യത്തെ ഫില്ല് ചെയ്തോ മഹാത്മാഗാന്ധി? എന്ത് ചെയ്യുക? എല്ലാരും ചെയ്തില്ല? എല്ലാരും ചെയ്തോ? ഫസ്റ്റ് എല്ലാരും ചെയ്തോ? എ എന്നുള്ള ആ ഒന്നും കൂടെ മിസ്സായേ പറഞ്ഞു തരാം കേട്ടോ. ശ്രദ്ധിക്ക്. ഫസ്റ്റ് വൺ. ഐ ഹാവ് എ ലവ്ലി ഹോം ഇൻ മദേഴ്സ് പൗച്ച്. ജോയി എഴുതി കാണിക്കണോ ഇനി ആൻസർ? ആൻസർ ഒന്ന് എഴുതി കൊടുക്കട്ടെ. ആൻസർ ഒന്നും മനസ്സിലാതെ ഇരിക്കുവോ അവിടെ? ഫസ്റ്റ് വൺ ഈസ് ജോയി. JOEY joy. Answer. Second one orange. ORANGE orange. Third one, answer right fast. Third one, Big Ben. Big Ben. Fourth one, Mahatma Gandhi. Sixth one, Rose. RO. Fourth one, Bhagat Singh or Subhash Chandra Bose gave the slogan Jai Hind. Who gave Jai Hind slogan? Aradhanne. Subhash Chandra Bose ano? Subhash Chandra Bose. Subhash Chandra Bose. Yes, pick the Subhash Chandra Bose. SUBHAS. Subhash. CHANDRABOSE. Subhash Chandra Bose. Answer complete ചെയ്തോ ഇത്? Complete ആയോ? Show your thumb. Last one, tabla or table is a musical instrument. Tabla. Tabla, first one. TABLA, tabla. 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 ഇതിനെ ടിക്ക് ചെയ്യുക. Okay? The next problem, C. Next exercise, C. Write these in the correct columns. അവിടെ ലിവിങ് തിങ് ഓർ നോൺ ലിവിങ് തിങ് തന്നിട്ടുണ്ട് കണ്ടോ? അവിടെ ഒരു എല്ലാ കോളത്തിലും നമുക്ക് കുറച്ച് വേർഡ്സ് തന്നിട്ടുണ്ട്. ഫ്രോഗ്, പേപ്പർ, ഫിഷ്, ഷിപ്പ്, ഹാൻഡ് പമ്പ്, ഓക്സൺ, ബാഗ്, കൗ. ഇതിന് ലിവിങ് തിങ് ഏതാണ് നോക്കി എഴുതണം. ഫസ്റ്റ് വൺ ലിവിങ് തിങ് ആണ്. ലിവിങ് തിങ്. ആൻസർ ഫിനിഷ്. ഇത് കംപ്ലീറ്റ് ഏതൊക്കെയായിരിക്കും ലിവിങ് തിങ്? ഫ്രോഗ്, ഫിഷ്, ഓക്സൺ, ലിവിങ് തിങ്.
living thing. ലിവിങ് എന്നുള്ളതിന്റെ താഴെ എഴുതേണ്ടത് ഏതൊക്കെയാണ്? ഫിഷ്, oxen, cow, frog. Frog ആണ്. ഇത്രയാണ് ലിവിങ് തിങ്. ഫിഷ്, ഓക്സൺ, കൗ, ഫ്രോഗ്. നെക്സ്റ്റ് നോൺ ലിവിങ് തിങ്. നോൺ ലിവിങ് തിങ്. നോൺ ലിവിങ് ഏതൊക്കെയാണ്? പേപ്പർ, bag, shape, hand pan, paper. bag, hand pump. Hand pump. ഇത്രയാണ് ലിവിങ് തിങ് ആൻഡ് നോൺ ലിവിങ് തിങ്. ഈ ലാസ്റ്റ് ആ പിക്ചേഴ്സ് ആണ്. ഗോൾഡൻ ടെമ്പിൾ കണ്ടോ? നെയിം ദീസ് മോണ്യുമെന്റ്സ്. സ്മാരകങ്ങളുടെ പേര് എഴുതുക. ഗോൾഡൻ ടെമ്പിൾ ആൻഡ് പിരമിഡ്സ് ആണ് അവിടെ കൊടുത്തിരിക്കുന്നത്. ഗോൾഡൻ ടെമ്പിൾ ആൻഡ് പിരമിഡ്സ്. ഫസ്റ്റ് വൺ ഗോൾഡൻ ടെമ്പിൾ. First one, Golden Temple. Second one, pyramids. Pyramids. ആൻസർ എല്ലാം കംപ്ലീറ്റ് ചെയ്തോ? ആൻസർ കംപ്ലീറ്റ് ആയോ? ടിക്ക് ദ കറക്റ്റ് ആൻസറിൽ തേർഡ് വണ്ണാ. തേർഡ് വണ്ണ്, എ ലാർജ് ബോഡി ഓഫ് വാട്ടർ ഈസ് കോൾഡ് എ പോണ്ട് ഓർ ആൻ ഓഷ്യൻ. അതിൽ ആൻ ഓഷ്യൻ ആണ് ടിക്ക് ചെയ്യേണ്ടത്. ANOCEAN, an ocean. Fourth one, Bhagat Singh or Subhash Chandra Bose gave the slogan Jai Hind. ആരാണ് ജയ് ഹിന്ദ് എന്ന സ്ലോഗൻ തന്നത് നമുക്ക്? സുഭാഷ് ചന്ദ്രബോസിനെ ടിക്ക് ചെയ്യുക. ഫിഫ്ത് വൺ, തബല ഓർ ടേബിൾ ഈസ് എ മ്യൂസിക്കൽ ഇൻസ്ട്രുമെന്റ്. Which is the musical instrument? Tabla. Okay. Did you finish? Yes. Okay. എല്ലാരും കംപ്ലീറ്റ് ആയില്ലേ? അല്ലേ? ഓക്കെ. ഇനി എല്ലാരും എക്സാമിന് നല്ലവണ്ണം പഠിക്കണം കേട്ടോ. ഇനി നെക്സ്റ്റ്, ഇനി നമ്മൾ ഇത് ലാസ്റ്റ് അല്ലേ, ലാസ്റ്റ് ക്ലാസ് ആണ് നമ്മുടെ അല്ലേ? ഓക്കെ. എല്ലാവരും നല്ലവണ്ണം പഠിക്കുക, നല്ല മാർക്ക് നേടുക കേട്ടോ. ഓക്കെ, ബൈ, സീ യു തന്നെ. ഇനി നമ്മള് കാണുവോ? നമുക്ക് ടൈം കഴിഞ്ഞു മോളൂസേ. നല്ലവണ്ണം പഠിക്കുക കേട്ടോ എക്സാമിന്. ഓക്കെ. ഓക്കെ, ബൈ. ബൈ. ബൈ.